നമസ്കാരം. ജ്യോതി ടെക് വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ധനു, മകരം എന്നീ കൂറുകാരുടെ 2025 പുതുവർഷ ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യം നമുക്ക് ധനുക്കൂറുകാരുടെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ധനുക്കൂറിലെ നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ പാദം എന്നിവ. ഈ 2025 മാർച്ച് മാസം 29 വരെ ശനി ഇവരുടെ മൂന്നാം ഭാവമായ കുംഭം രാശിയിൽ സഞ്ചരിക്കുന്നു. അത് കഴിഞ്ഞാൽ ശനി നാലാം ഭാവമായ മീനം രാശിയിലേക്കും വരുന്നു. വ്യാഴം 2025 മെയ് മാസം 14 തീയതി വരെ ഇവരുടെ ആറാം ഭാവമായ ഇടവം രാശിയിൽ സഞ്ചരിക്കുന്നു. അത് കഴിഞ്ഞാൽ ഏഴാം ഭാവമായ മിഥുനം രാശിയിലേക്കും വരുന്നു. രാഹു ഇപ്പോൾ നാലാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ രാഹു മൂന്നാം ഭാവമായ കുംഭം രാശിയിലേക്ക് വരുന്നു. കേതു ഇവരുടെ കർമ്മസ്ഥാനത്താണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ കേതു 9ാം ഭാവത്തിലേക്കും വരുന്നു. ഈ 4 ഗ്രഹങ്ങളുടെയും രാശിസ്ഥിതി വെച്ച് ഈ കൂറുകാരുടെ ഈ വർഷത്തെ പൊതുവായ ഫലങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത്. ഇവരുടെ രാശ്യാധിപനും 4ാം ഭാവാധിപനുമാണ് വ്യാഴം. ഈ വ്യാഴം ചാരവശാൽ 6ലാണ് ഇപ്പോൾ വരുന്നത്. വ്യാഴം ചാരവശാൽ 6ൽ വരുന്നത് നല്ല ഫലമല്ല തരുന്നത്. വ്യാഴം 6ൽ വരുമ്പോൾ നമ്മുടെ ഗൃഹാന്തരീക്ഷം ആകെ കലുഷിതമാകാനാണ് സാധ്യത. കുടുംബാംഗങ്ങൾ തമ്മിൽ സ്വരചേർച്ചയില്ലായ്മയും അഭിപ്രായ ഭിന്നതകളും കലഹങ്ങളുമൊക്കെ ഉണ്ടാകും. 6ാം ഭാവം എന്ന് പറയുമ്പോൾ ഒരു മറഞ്ഞ ഭാവമാണ്. വ്യാഴൻ സർവേശ്വരകാരകനുമാണ്. ഈ വ്യാഴം 6ാം ഭാവത്തിൽ വരുമ്പോൾ നമുക്ക് ഈശ്വര ചൈതന്യം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഈശ്വര ചൈതന്യം നഷ്ടപ്പെടുമ്പോൾ സകലമാന ദുരിതങ്ങളും നമുക്ക് വന്നു ചേരുമല്ലോ. 6ാം ഭാവം ഒരു നെഗറ്റീവ് ഭാവമാണ്. 6ാം ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ശത്രുക്കൾ, രോഗങ്ങൾ, കടങ്ങൾ, ബാധ്യതകൾ മുതലായവയാണ്. വ്യാഴം 6ൽ വരുമ്പോൾ നമുക്ക് മറ്റുള്ളവരുമായി ശത്രുതകൾ ഉണ്ടാകുന്നു. അടുത്ത ബന്ധുക്കൾ പോലും ശത്രുവായി തീരുന്നു. അതുപോലെ നമുക്ക് അസുഖങ്ങൾ പിടിപെടുവാനുള്ള സാധ്യതകൾ ഇപ്പോൾ വർദ്ധിക്കുന്നതാണ്. നമുക്ക് നേരത്തെ ബാങ്ക് ലോണുകൾ, മറ്റുള്ളവരിൽ നിന്നും കടങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതും ഇതെല്ലാം തിരികെ ലഭിക്കുവാനുള്ള ഒരു സമ്മർദ്ദം ഈ കാലഘട്ടത്തിൽ ഉണ്ടാവും. വ്യാഴം ധനുക്കൂറുകാരുടെ രാശ്യാധിപനും 4ാം ഭാവാധിപനുമാണ്. അതിനാൽ വ്യാഴം 6ൽ വരുമ്പോൾ ഇവർക്ക് മാനസിക സുഖം നന്നേ കുറയുന്നു. ബുദ്ധിപൂർവം ഒരു തീരുമാനവും എടുക്കുവാൻ കഴിയാതെയും പോകുന്നു. വീട്, വാഹനം, വസ്തുവകകൾ ഇവകൾക്കൊക്കെ നാശനഷ്ടങ്ങളോ ഇവ കടപ്പെടുവാനോ സാധ്യതയുണ്ട്. അമ്മയുടെ ആരോഗ്യസ്ഥിതിയും ഇപ്പോൾ മോശമാകാം. ലഗ്നാധിപൻ തന്നെ 6ൽ പോകുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഈ വരുന്ന 2025 മെയ് മാസം 14 വരെയുള്ള ഇവരുടെ അനുഭവങ്ങളാണ് ഇവിടെ പറഞ്ഞത്. എന്നാൽ മെയ് മാസം 14 ശേഷം വ്യാഴം 7ാം ഭാവത്തിലേക്ക് വരുമ്പോൾ സ്ഥിതിഗതികൾ മാറുകയാണ് ചെയ്യുന്നത്. ഈ കാലഘട്ടത്തിൽ ഇവരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുന്നു. ഇവരെ ബാധിച്ചുകൊണ്ടിരുന്ന ബാധ്യതകളുടെ കുരുക്കുകൾ പതിയെ പതിയെ ഇവർക്ക് അഴിച്ചുമാറ്റുവാൻ സാധിക്കുന്നു. ബുദ്ധിപൂർവവും യുക്തിപൂർവവുമായ തീരുമാനങ്ങൾ എടുക്കുവാനും സാധിക്കുന്നു. ഇവർ മനസ്സിൽ നേരത്തെ കണക്ക് കൂട്ടിവെച്ചിരുന്നതും എന്നാൽ വ്യാഴം 6ൽ സഞ്ചരിക്കുക കാരണം നടപ്പിലാക്കാൻ കഴിയാതെ പോയതുമായ കാര്യങ്ങൾ വ്യാഴം 7ൽ വരുന്ന കാലത്ത് ചെയ്യാൻ സാധിക്കുന്നു. സന്താനങ്ങളെ കൊണ്ട് സന്തോഷം ലഭിക്കുന്ന കാലമായിരിക്കും ഇത്. മനസ്സിൽ കുറച്ച് ഭക്തി ഉദിക്കുകയും തീർത്ഥാടനങ്ങൾക്ക് വേണ്ടിയോ ഏതെങ്കിലും സൽക്കർമ്മങ്ങൾക്ക് വേണ്ടിയോ യാത്രകൾ ചെയ്യാനും ഇടവരും. നമ്മുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. മറ്റുള്ളവർക്ക് നമ്മോടുള്ള ശത്രുതകൾ കുറയുകയും ചെയ്യും. ഇപ്പോൾ അമ്മയുടെ ആരോഗ്യവും മെച്ചപ്പെടും. മനസ്സിന് കുറച്ചൊക്കെ ശാന്തിയും സമാധാനവും ലഭിക്കുകയും ചെയ്യും. വ്യാഴൻ്റെ ഈ അനുകൂല സ്ഥിതി 2025 ഒക്ടോബർ മാസം 18 തീയതി വരെ തുടരുന്നതാണ്. അത് കഴിഞ്ഞാൽ വ്യാഴം ഇവരുടെ അഷ്ടമരാശിയായ കർക്കിടകത്തിൽ വരികയാണ്. അപ്പോൾ വീണ്ടും 6ാം ഭാവത്തിൽ സഞ്ചരിച്ചിരുന്നത് പോലെയുള്ള അനുഭവങ്ങൾ ആവർത്തിക്കപ്പെടാം. എന്നാൽ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഇവിടെ വരുമ്പോൾ വ്യാഴം ഉച്ചനാണ്. അതിനാൽ ഈ വ്യാഴം വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എങ്കിലും അപ്രതീക്ഷിതമായ ചില നഷ്ടങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. പണനഷ്ടമോ ഭൂമി നഷ്ടമോ ഒക്കെ ഉണ്ടാകാം. അമ്മയുടെ ആരോഗ്യനിലയും ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കണം. വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവാന് പാൽപായസം നിവേദിക്കുകയോ നിങ്ങളുടെ പേരിൽ ഒരു ഭാഗ്യസൂക്തം കഴിപ്പിക്കുകയോ ചെയ്യുക. ഇങ്ങനെ ചെയ്യുക വഴി വ്യാഴനിൽ നിന്നുമുള്ള ദോഷങ്ങൾ നമുക്ക് ലഘൂകരിക്കുവാനും വ്യാഴാനുകൂല്യം വർദ്ധിപ്പിക്കുവാനും സാധിക്കും. ശനി ഇപ്പോൾ ഈ കൂറുകാരുടെ 3ൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ശനി 3ൽ സഞ്ചരിക്കുമ്പോൾ വളരെ നല്ല ഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത്. ഈ വരുന്ന മാർച്ച് മാസം 29 തീയതി വരെ ശനി നിങ്ങളുടെ 3ാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടം, തൊഴിലിൽ അഭിവൃദ്ധി ഇതൊക്കെ നൽകുന്നതാണ്. ശാരീരികമായി നല്ല ആരോഗ്യവും തരുന്നു. ഇപ്പോൾ സഹോദരങ്ങളുമായിട്ട് നല്ല ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുവാനും സാധിക്കുന്നു. രോഗങ്ങളുള്ളവർക്ക് രോഗശമനം, ഇഷ്ടകാര്യ സാധ്യം എന്നിവയെല്ലാം ഉണ്ടാകുന്നു.
ബിസിനസ്സിലും ഈ കാലഘട്ടത്തിൽ നല്ല ലാഭം തന്നെ കിട്ടുന്നു. വാഹനം വാങ്ങുവാനോ അല്ലെങ്കിൽ വാഹനത്തിൽ നിന്നും ഒരു വരുമാനം ലഭിക്കുവാനോ ഒക്കെ സാധ്യതയുണ്ട്. 3 ഒരു ഉപജയഭാവമാണല്ലോ. അപ്പോൾ ഉപജയഭാവത്തിൽ നിൽക്കുന്ന ഒരു പാപഗ്രഹം നമുക്ക് നല്ല ഫലങ്ങൾ തന്നെയാണ് തരുന്നത്. ഇവിടെ ശനി നിൽക്കുന്നത് തൻ്റെ മൂലക്ഷേത്രത്തിലുമാണ്. എന്നാൽ ചിലർക്ക് ഈ കാലഘട്ടത്തിൽ ദോഷം അനുഭവങ്ങളും ഉണ്ടായിട്ടുള്ളതായി കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. തൊഴിൽ നഷ്ടം, വേണ്ടപ്പെട്ടവരുടെ വിയോഗം, കടം, ബാധ്യതകൾ, പോലീസ് കേസുകൾ തുടങ്ങി നിരവധി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ചിലരെ നേരിൽ അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കാം അവർക്ക് ഇങ്ങനെ സംഭവിച്ചത്? പ്രധാനമായും ഇവർക്ക് വ്യാഴൻ 6-ൽ സഞ്ചരിക്കുന്നു എന്നത് തന്നെയാണ് കാരണം. ഇതുകൂടാതെ ഇവരുടെ ജാതകത്തിൽ കുംഭം രാശിയിൽ ശനിക്ക് അഷ്ടവർഗബലം നന്നേ കുറവായിരിക്കും. അഷ്ടവർഗബലം കുറഞ്ഞ ഗ്രഹം ബലമുള്ള രാശിയിൽ വന്നാൽ പോലും ചാരവശാൽ വലിയ ഗുണങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല. മാത്രമല്ല 6 നിൽക്കുന്ന വ്യാഴം തൻ്റെ മോശം ഫലങ്ങൾ ഇവർക്ക് കൊടുക്കുകയും ചെയ്തിരുന്നിരിക്കും. അതുകൊണ്ടാവാം ഇവർക്ക് മോശം അനുഭവങ്ങൾ വരാൻ കാരണം. ഇനി മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഇവർക്ക് കുംഭം രാശിയിലായിരിക്കും ജാതകത്തിൽ ശനി നിൽക്കുന്നത്. ജാതകത്തിൽ ശനി നിൽക്കുന്ന സ്ഥാനത്ത് ഗോചരത്തിൽ വരുമ്പോൾ ശനി ആ വ്യക്തിക്ക് ദോഷകാരിയായി തീരുന്നു. ഈ കാരണം കൊണ്ടുമാകാം ധനുക്കൂറുകാരായ ചിലർക്ക് മോശം അനുഭവങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകാൻ കാരണം. ഈ 2025 മാർച്ച് മാസം 29-ാം തീയതി ശനി മീനം രാശിയിൽ വരുമ്പോൾ, മീനം ഇവരുടെ 4ാമത്തെ ഭാവമാണ്. മീനം രാശി വ്യാഴൻ്റെ രാശിയാണ്. ഇവിടെ വരുന്ന ശനി ബലവാനുമാണ്. എങ്കിലും 4ാം ഭാവം ശനിക്ക് അത്ര ഇഷ്ടമുള്ള ഒരു ഭാവമല്ല. ഇതിനെ നമ്മൾ കണ്ടകശനി എന്നാണ് വിളിക്കുന്നത്. കണ്ടകം എന്നാൽ ഒരു കേന്ദ്രഭാവം എന്നാണ് അർത്ഥം. 4ാം ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ അമ്മ, വീട്, വാഹനം, ഭൂമി, ബന്ധുക്കൾ, മരുമക്കൾ മുതലായവയാണല്ലോ. കൂടാതെ 4 നമ്മുടെ സുഖത്തിൻ്റെ സ്ഥാനവുമാണ്. ശനി ഇവിടെ വരുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളെ ചൊല്ലി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. സാമ്പത്തികമായ ഒരു ഞെരുക്കം നമുക്കുണ്ടാകാം. മനസ്സിന് സങ്കടമുണ്ടാകുന്ന അനുഭവങ്ങളും ഉണ്ടാകാം. മറ്റുള്ളവരോട് വഴക്കിടുവാനുള്ള ഒരു ടെൻഡൻസി നമ്മിലുണ്ടായി എന്നും വരാം. വേണ്ടപ്പെട്ടവർക്ക് ആപത്തുകളും വന്നു ചേരാനും സാധ്യതയുണ്ട്. 4-ൽ വരുന്ന ശനി നമ്മുടെ 6ാം ഭാവത്തെയും കർമ്മസ്ഥാനത്തെയും ജന്മക്കൂറിനെയും ദൃഷ്ടി ചെയ്യുകയും ചെയ്യുന്നു. ഇതും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. ഇവിടെ പറഞ്ഞത് സാമാന്യമായ കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ ശനി ബലവാനായതുകൊണ്ട് വലിയ ദോഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. ശനി ഇവർക്ക് 2ഉം 3ഉം ഭാവാധിപനാണല്ലോ. അപ്പോൾ നമുക്ക് ബുദ്ധികൂർമ്മത വർദ്ധിക്കുന്നതാണ്. മറ്റുള്ളവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുവാനുള്ള ഒരു ശ്രമവും ഇപ്പോൾ നമ്മിൽ നിന്നും ഉണ്ടാകാം. ഈ കാലത്ത് തർക്കങ്ങളിലൊക്കെ മധ്യസ്ഥത വഹിക്കുവാനുള്ള ഒരു താല്പര്യം ഉണ്ടാകുന്നതാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ മറ്റുള്ളവരുമായി സൗഹാർദ്ദത്തിലേർപ്പെടുവാനും ഇപ്പോൾ അവസരങ്ങൾ ലഭിക്കുന്നതാണ്. ശനി വ്യാഴൻ്റെ രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ശുഭനാണ്. 2ഉം 3ഉം ഭാവാധിപനായതിനാൽ അതും ശുഭഫലം തന്നെയാണ് തരുന്നത്. നിങ്ങളുടെ ജാതകത്തിൽ ശനി മീനം രാശിയിൽ അല്ല നിൽക്കുന്നതെങ്കിലും മന്ദാഷ്ടവർഗത്തിൽ മീനം രാശിയിൽ ശനിക്ക് കൂടുതൽ അക്ഷബലവും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ വരുന്ന ശനി നിങ്ങൾക്ക് സുഖാനുഭവങ്ങളും സാമ്പത്തികമായ മെച്ചങ്ങളും തരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തെളിഞ്ഞ ബുദ്ധിയും ഈ ശനി തരുന്നതാണ്. എന്നാൽ ജീവിത പങ്കാളിയിൽ നിന്നും ഇവർക്ക് ചില മോശമായ അനുഭവങ്ങളും ഉണ്ടാകാം. ഒരു ഗ്രഹത്തിൻ്റെ ചാരഫലം കേൾക്കുമ്പോൾ ആ ഗ്രഹം തനിക്കാരാണ് എന്ന ഒരു ബോധം നമുക്കുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ഫലങ്ങൾ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാൻ ഇടവരും. ശനി 4-ൽ വരുന്നത് ദോഷമാണ്. അത് കണ്ടകശനിയുമാണ്. എന്നാൽ ധനുക്കൂറുകാരെ സംബന്ധിച്ച് ശനി 2ഉം 3ഉം ഭാവാധിപനാണ്. അതിനാൽ ഈ ശനി 4-ൽ വരുന്നത് ഇവർക്ക് നല്ല ഫലങ്ങൾ തന്നെയാണ് കൊടുക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ശനി വരുന്ന മീനം രാശി ശനിക്ക് ബലമുള്ള രാശിയുമാണ്. നിങ്ങളുടെ ജാതകത്തിൽ ശനിക്ക് ബലമുണ്ടായിരിക്കുകയും ഇപ്പോൾ നല്ലൊരു ദശയോ അപകാരമോ നടന്നുകൊണ്ടിരിക്കുകയും ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല ഫലങ്ങളായിരിക്കും ഈ 4-ലെ ശനി തരിക. ഇവിടെ ഒരു പ്രധാന പോയിന്റ് ഉള്ളത്, ശനി 2025 മാർച്ച് മാസം 29-ാം തീയതി മീനം രാശിയിൽ വരുമ്പോൾ അവിടെ രാഹു നിൽപ്പുണ്ടല്ലോ. ഇത് അല്പം കുഴപ്പമാണ്. രാഹു ശനി യോഗം മോശം അനുഭവങ്ങളാണ് തരുന്നത്. നമ്മുടെ അമ്മയുടെ ആരോഗ്യം, വീട്, വാഹനം ഇതിനെല്ലാം അല്പം കുഴപ്പമുണ്ടാകും. മനസ്സമാധാനവും ഇപ്പോൾ കുറയാൻ സാധ്യതയുണ്ട്. 2025 മെയ് മാസം 18 വരെ ഈ ബുദ്ധിമുട്ട് തുടരുന്നതാണ്. മാത്രമല്ല മെയ് മാസം 14-ാം തീയതി വരെ വ്യാഴം 6-ലുമാണല്ലോ സഞ്ചരിക്കുന്നത്. ഈ കാലഘട്ടം നിങ്ങളെ സംബന്ധിച്ച് ഒരു ടാസ്ക്കാണ്. ഏകദേശം 50 ദിവസവും എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ കൊടുക്കണം. അത് കഴിഞ്ഞ് രാഹു 3-ലേക്കും വ്യാഴം 7-ലേക്കും വരുമ്പോൾ എല്ലാം ഒന്ന് കലങ്ങി തെളിയുന്നതുമായിരിക്കും. രാഹു മെയ് മാസം 18-ാം തീയതി കുംഭം രാശിയിൽ വരുമല്ലോ. കുംഭം രാശി രാഹുവിന് ബലമുള്ള രാശിയാണ്. രാഹു കുംഭം രാശിയുടെ അംഗരാജാവാണ്. ഈ രാഹുവിന് മിഥുനത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ 9ാമത്തെ ദൃഷ്ടിയും ലഭിക്കുന്നു. വ്യാഴത്തിൻ്റെ 9ാമത്തെ ദൃഷ്ടി ലഭിക്കുന്നത് ഭാഗ്യം വർദ്ധിപ്പിക്കും എന്നാണ് പറയുന്നത്. രാഹു 3-ൽ വരുമ്പോൾ
3 ഒരു ഉപജയഭാവമാണ്. ഇവിടെ വരുന്ന പാപൻ നല്ലതാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ രാഹു നല്ല ധനവരവിനെ തരുന്നതാണ്. കൂടാതെ നിങ്ങളുടെ അഭിമാനബോധം വർദ്ധിപ്പിക്കുകയും ചെയ്യും. എന്തും ചെയ്യുവാനുള്ള ഒരു ധൈര്യവും തൻ്റെ ഇടവുമൊക്കെ ഈ രാഹു നിങ്ങൾക്ക് തരുന്നതാണ്. ഇലക്ട്രോണിക്സ് മേഖല, ടെലികമ്മ്യൂണിക്കേഷൻ, എയ്റോസ്പേസ്, സിനിമയിലെ സാങ്കേതിക മേഖലകൾ, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം ഇവയിലൊക്കെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവർ, ഇവർക്കൊക്കെ വളരെ അനുകൂലമായ സമയമാണ്. ടെക്നിക്കൽ പരമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്കും കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നവർക്കും ഒക്കെ നല്ല പുരോഗതി ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ പതിവിലും കൂടുതൽ സംസാരിക്കുവാനുള്ള ഒരു പ്രവണത നിങ്ങളിലുണ്ടാകും. മനസ്സിൽ ഒരു അഭിമാനബോധവും ഉണ്ടാകും. എന്നാൽ സഹോദരങ്ങളുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ഇപ്പോൾ മുഖത്തോ കണ്ണിനോ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ വരാനും സാധ്യതയുണ്ട്. കേതു ഇപ്പോൾ ഇവരുടെ കർമ്മഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. മെയ് മാസം 18-ന് 9-ാം ഭാവമായ ചിങ്ങത്തിലാണ് കേതു വരുന്നത്. ചിങ്ങം രാശിയുടെ അധിപനായ സൂര്യൻ കേതുവിൻ്റെ ശത്രുവാണ്. അതിനാൽ കേതുവിന് ചിങ്ങം രാശി ശത്രുക്ഷേത്രമാണ്. കേതു ഇവിടെ വരുന്നത് നന്നല്ല. ഇപ്പോൾ പാപകർമ്മങ്ങൾ ചെയ്യുവാനുള്ള ഒരു താല്പര്യം കേതു നിങ്ങൾക്ക് തരുന്നതാണ്. ധർമ്മലംഘനവും ആചാരലംഘനവും ചെയ്യുവാനുള്ള ഒരു പ്രേരണയും ഇപ്പോൾ നിങ്ങൾക്കുണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ മാന്ത്രികപരമായ കാര്യങ്ങളിൽ ഒരു താല്പര്യമുണ്ടാകാം. മാത്രമല്ല മറ്റുള്ളവരെ വിമർശിക്കുവാനുള്ള ഒരു താല്പര്യവും ഇപ്പോൾ നിങ്ങൾ കാണിച്ചു എന്നും വരാം. നിങ്ങൾക്ക് 2025 മെയ് മാസം 14 മുതൽ 2025 ഒക്ടോബർ മാസം 18 വരെയുള്ള 5 മാസവും 4 ദിവസവും വ്യാഴം അനുകൂലമാണ്. ഈ കാലയളവിൽ എന്തെങ്കിലും കാര്യങ്ങൾ ആരംഭിക്കുവാനുള്ളവർക്ക് ആരംഭിക്കാവുന്നതാണ്. ഒക്ടോബർ മാസം 18 കഴിഞ്ഞാൽ വ്യാഴം അഷ്ടമത്തിൽ വരുന്നതിനാൽ ഒന്നിനും നല്ലതല്ല. അഷ്ടമത്തിൽ വരുന്ന വ്യാഴം ഉച്ചനാണെങ്കിലും അഷ്ടമം തന്നെയാണ്. ഇനി നമുക്ക് മകരക്കൂറുകാരുടെ 2025 വർഷഫലം എന്തൊക്കെയാണെന്ന് നോക്കാം. മകരക്കൂറിലെ നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 2 പാദങ്ങളുമാണ്. ശനി ഈ 2025 മാർച്ച് മാസം 29 വരെ ഇവരുടെ 2-ാം ഭാവത്തിലും അത് കഴിഞ്ഞാൽ 3-ാം ഭാവത്തിലും സഞ്ചരിക്കുന്നു. വ്യാഴം മെയ് മാസം 14-ാം തീയതി വരെ 5-ാം ഭാവത്തിലും അത് കഴിഞ്ഞാൽ 6-ാം ഭാവത്തിലും സഞ്ചരിക്കുന്നു. രാഹു മെയ് മാസം 18 വരെ 3-ാം ഭാവത്തിലും മെയ് 18-ന് ശേഷം 2-ാം ഭാവത്തിലും വരുന്നു. കേതു മെയ് മാസം 18 വരെ 9-ാം ഭാവത്തിലും അത് കഴിഞ്ഞാൽ അഷ്ടമത്തിലും വരുന്നു. ആദ്യം നമുക്ക് ശനിയുടെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 7-ര ശനിയുടെ അവസാനത്തെ കാലഘട്ടത്തിൽ കൂടിയാണ് ഇവർ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 7.5 വർഷത്തോളമായി ഇവർ ജീവിതം ശരിക്കും എന്താണെന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര വലിയവനായാലും ചെറിയവനായാലും ഒരു 7.5 ശനി കഴിയുമ്പോൾ സകലമാന ദുരിതങ്ങളും അനുഭവിച്ചു കഴിഞ്ഞിരിക്കും. തൊഴിൽ തടസ്സം, ഉള്ള തൊഴിൽ നഷ്ടപ്പെടുക, സാമ്പത്തിക പരാധീനത, കടങ്ങൾ, ബാധ്യതകൾ, ശത്രുതകൾ, വഴക്ക്, കേസ്, കലഹം, വേണ്ടപ്പെട്ടവരുടെ വിയോഗം, നാട് വിട്ടുപോവുക തുടങ്ങി ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരു 7.5 ശനി ഒരു വ്യക്തിക്ക് കൊണ്ടുതരികയാണ്. എന്നാൽ 7.5 ശനി കാലത്ത് പലർക്കും വിവാഹം നടക്കുന്നു, പുതിയ തൊഴിലുകൾ ലഭിക്കുന്നു, വിദേശത്ത് പോകുവാനും സാധിക്കുന്നു. ഇങ്ങനെ സംഭവിക്കുവാൻ കാരണം ജാതകത്തിലെ ഗ്രഹനിലയും ഇപ്പോഴത്തെ ദശയും അപകാരവും ഒക്കെയാണ്. എന്തൊക്കെ തന്നെയായാലും നമ്മൾ ഒരു 7.5 ശനിയിലൂടെ പുറത്തു വരുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു ആശ്വാസം ലഭിക്കുന്നതാണ്. 7.5 ശനിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ ശനി നമ്മെ വിട്ടുപോകുന്ന സമയം നമുക്ക് വേണ്ടി എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്തിട്ടേ പോകൂ. നമ്മെ ഇത്രയും കാലം ബുദ്ധിമുട്ടിച്ചതിലുള്ള ഒരു കുറ്റബോധമാകാം ശനി അങ്ങനെ ചെയ്യാൻ കാരണം. പലരുടെയും ദീനരോധനങ്ങളും നിലവിളികളും കണ്ണീരും ഞരക്കങ്ങളുമെല്ലാം കണ്ടിട്ട് മനസ്സ് വേദനിച്ചിട്ടുമാകാം. അതല്ല ശനി ഒരു നീതി ദേവത ആയതിനാലുമാകാം. എന്തു തന്നെയായാലും ഈ 7.5 ശനി കടന്നു പോകുമ്പോൾ ഇവർക്ക് ഒരു ഇളം തെന്നൽ വന്ന് തഴുകുന്ന ഒരു അനുഭവം തന്നെയായിരിക്കും ഉണ്ടാവുക. മാർച്ച് മാസം 29-ന് ശനി ഇവരുടെ 3-ൽ വരികയാണ്. ശനി 3-ൽ വരുമ്പോൾ പ്രധാനമായും നമ്മുടെ സാമ്പത്തിക നിലവാരം ഉയരുന്നതാണ്. അത് തന്നെയാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യവും. കഴിഞ്ഞ കുറേ വർഷങ്ങളായി സാമ്പത്തിക പരാധീനത അനുഭവിച്ചു കൊണ്ടിരുന്നവർക്ക് കുറച്ച് ധനാഭിവൃദ്ധി വന്നു ചേരുമ്പോൾ പണത്തിൻ്റെ വില എന്താണെന്ന് ഇവർ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കും. പണം ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മുടെ പല ആവശ്യങ്ങളും പിന്നത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയായിരുന്നല്ലോ. ആ ആവശ്യങ്ങളെല്ലാം ഇനി നിങ്ങൾക്ക് നിറവേറ്റാൻ സാധിക്കും. രോഗങ്ങൾ മൂലം ദുരിതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നവർക്ക് ഇനി രോഗത്തിൽ നിന്നെല്ലാം നല്ല ആശ്വാസം ലഭിക്കുന്നതാണ്. പിണങ്ങിപ്പോയ ബന്ധുക്കളുമായി വീണ്ടും സൗഹൃദങ്ങൾ പുനഃസ്ഥാപിക്കുവാൻ കഴിയുന്നതുമാണ്. ഇടയ്ക്ക് വെച്ച് നിർത്തിവെച്ച തൊഴിൽ സംരംഭങ്ങൾ വീണ്ടും പുനരാരംഭിക്കുവാൻ സാധിക്കുന്നതുമാണ്. നിങ്ങൾ സ്ഥാനമാനങ്ങൾ എന്തെങ്കിലും നേടിയെടുക്കുവാൻ വേണ്ടി പരിശ്രമിച്ചിട്ടും കിട്ടിയില്ല എങ്കിൽ ഇനി ആ തടസ്സങ്ങൾ മാറി ആഗ്രഹിക്കുന്ന പദവികൾ നേടിയെടുക്കുവാൻ കഴിയുന്നതുമാണ്. ശനി ഇവർക്ക് രാശ്യാധിപനും 2-ാം ഭാവാധിപനുമാണല്ലോ.
ഈ രണ്ട് ഭാവങ്ങളുടെ ആധിപത്യം വഹിക്കുന്ന ശനി 3-ൽ വരുമ്പോൾ, അതും തനിക്ക് ബലമുള്ള ഒരു രാശിയിൽ വരുമ്പോൾ വളരെ നല്ല ഫലങ്ങളായിരിക്കും മകരക്കൂറുകാർക്ക് കൊടുക്കുക. ജാതകത്തിൽ ശനിക്ക് മീനം രാശിയിൽ വർഗ്ഗബലമുണ്ടെങ്കിൽ ഫലം വർദ്ധിക്കുന്നതാണ്. എന്നാൽ ജാതകത്തിൽ ശനി മീനം രാശിയിൽ നിൽക്കുവാനും പാടില്ല. അങ്ങനെ നിൽക്കുന്നവർക്ക് ഗുണഫലങ്ങൾ കുറയുവാനിടയുണ്ട്. മകരക്കൂറുകാരുടെ 5-ാം ഭാവമായ ഇടവൻ രാശിയിൽ കൂടിയാണ് വ്യാഴം ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. വ്യാഴം 5-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നല്ല ഫലങ്ങളായിരിക്കും ജാതകന് നൽകുക. 5 ഒരു ത്രികോണ ഭാവമാണല്ലോ. മാത്രമല്ല 5 പ്രധാനമായും നമ്മുടെ സന്താനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ വ്യാഴം സഞ്ചരിക്കുമ്പോൾ നമുക്ക് സന്താനങ്ങളെ കൊണ്ട് സുഖാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. സന്താനങ്ങൾക്കും ഈ കാലഘട്ടത്തിൽ നല്ല അനുഭവങ്ങൾ തന്നെ ഉണ്ടാകുന്നു. കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഒരു സന്താനത്തെ ലഭിക്കുവാനും ഇപ്പോൾ സാധ്യതയുണ്ട്. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്ന കാലമാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഫലവത്താകുന്ന സമയവുമാണ്. വീട് പണികൾ മുടങ്ങിക്കിടന്നിരുന്നവർക്ക് 2025 മെയ് മാസം 14 വരെ പണികൾ പുനരാരംഭിക്കുവാൻ അനുകൂലമായ കാലമാണ്. പുതിയ വീട് വാങ്ങുവാനും പഴയ വീട് പുതുക്കി പണിയുവാനും ഇടവരും. വിവാഹ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായ ഒരു ബന്ധം ഒത്തുകിട്ടുവാനും വിവാഹ നിശ്ചയം, വിവാഹം എന്നിവയ്ക്കും ഇത് നല്ല കാലമാണ്. സർക്കാരിൽ നിന്നുമുള്ള ആനുകൂല്യങ്ങൾ എന്തെങ്കിലും ലഭിക്കുവാനുള്ളവർക്ക് തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതാണ്. വ്യാഴം മെയ് മാസം 14-ാം തീയതി ഇവരുടെ 6-ാം ഭാവത്തിൽ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇവർക്കുണ്ടാകുന്നതാണ്. 6-ാം ഭാവം ഒരു മറഞ്ഞ ഭാവമാണല്ലോ. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ സാമ്പത്തികമായ ഇടപാടുകൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. കടങ്ങൾ പെരുകുവാനുള്ള സമയമാണ്. അതിനാൽ കാശ് അവിടെ നിന്നും ഇവിടെ നിന്നും എടുത്ത് മറിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. ഇപ്പോൾ കണക്ക് കൂട്ടലുകൾ തെറ്റുവാനും ബാധ്യതകളിൽ ചെന്ന് ചാടുവാനും ഇടയുണ്ട്. ഇപ്പോൾ ലോണുകൾ എടുക്കുവാൻ ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കുന്നതാണ്. കടങ്ങൾ ലഭിക്കുന്ന സമയവുമാണ്. എന്നാൽ ഇത് നിങ്ങളെ കടക്കണിയിൽ കൊണ്ടെത്തിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 6-ൽ വരുന്ന വ്യാഴൻ്റെ ദൃഷ്ടി നിങ്ങളുടെ 10, 12, 2 എന്നീ ഭാവങ്ങളിൽ പതിയുമ്പോൾ നിങ്ങൾക്ക് തൊഴിൽ മേഖലയിൽ ധാരാളം പ്രശ്നങ്ങളും ചിലവുകളും നഷ്ടങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട്. ബിസിനസ് ചെയ്യുന്നവരും ഇപ്പോൾ ബിസിനസ്സിൽ അധികം പണം മുടക്കുവാൻ നിൽക്കരുത്. രോഗങ്ങൾക്ക് വേണ്ടി ചിലവുകൾ വരാൻ സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിന് വേണ്ടിയും ചിലവുകൾ വന്നു ചേരാം. 6 നമ്മുടെ സർവീസിനെയാണ് സൂചിപ്പിക്കുന്നത്. 10 നമ്മുടെ തൊഴിൽ മേഖലയെയും 2 നമ്മുടെ ധനവരവിനെയും സൂചിപ്പിക്കുന്നു. ഇവിടെ ഈ 3 ഭാവങ്ങൾക്കും 12 ഭാവവുമായിട്ടൊരു ബന്ധം വരികയാൽ അത് നഷ്ടങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ മകരക്കൂറുകാർക്ക് വ്യാഴം 12-ാം ഭാവാധിപനായതിനാൽ ഈ വ്യാഴം തന്നെ 12-ൽ നോക്കുന്നതിനാൽ ചിലവുകളെല്ലാം നല്ല കാര്യത്തിനാകാൻ തന്നെയാണ് സാധ്യത. അതായത് ഇവരുടെ ചിലവുകൾ ഇവർക്ക് ഉപകാരമായി തീരും എന്നർത്ഥം. അനാവശ്യമായ പണച്ചിലവുകൾ ഒന്നും വന്നു ചേരില്ല എന്ന് സാരം. 2025 ഒക്ടോബർ മാസം 18-ാം തീയതി വ്യാഴം തൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിൽ വരികയാണ്. കർക്കിടകം ഇവർക്ക് 7-ാം ഭാവമാണ്. 7-ാം ഭാവം ഒരു കേന്ദ്രഭാവമാണ്. ഇത് വ്യാഴന് വളരെ ഇഷ്ടമുള്ള ഒരു ഭാവവുമാണ്. വ്യാഴം പ്രധാനമായും ധനത്തെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണല്ലോ. അതിനാൽ തന്നെ ആ സമയം നിങ്ങൾക്ക് സാമ്പത്തികമായ ഒരു ഉയർച്ച ഉണ്ടാകുന്നു. അതുമൂലം നമ്മൾ മനസ്സിൽ സങ്കല്പിച്ചിരുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ ബുദ്ധിശക്തി ശരിയായ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നതാണ്. ഇപ്പോൾ അബദ്ധങ്ങളിൽ നിന്നും ചെന്ന് ചാടാൻ ഇടയില്ല. വ്യാഴം സർവേശ്വരകാരകനാണല്ലോ. 7-ൽ സഞ്ചരിക്കുന്ന വ്യാഴൻ്റെ ദൃഷ്ടി നിങ്ങളുടെ ജന്മക്കൂറിൽ പതിയുമ്പോൾ നിങ്ങൾക്ക് ഈശ്വരാനുകൂല്യം വേണ്ടുവോളം ലഭിക്കുന്നതാണ്. മനസ്സിൽ ഭക്തിയും ആധ്യാത്മികവുമായ കാര്യങ്ങളും വന്നു നിറയുന്നതാണ്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും ഇടവരും. കുടുംബസുഖവും സന്താനസുഖവും ദാമ്പത്യ സുഖവുമെല്ലാം ഇപ്പോൾ ഉണ്ടാകുന്നതാണ്. 2025 ഒക്ടോബർ മാസം 18-ന് ശേഷം ശനിയും വ്യാഴനും ഇവർക്ക് അനുകൂലമായി വരികയാൽ ജീവിതത്തിൽ വളരെയേറെ ഉയർച്ചകൾ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പരിശ്രമമെല്ലാം ഫലവത്തായി തീരും എന്നർത്ഥം. രാഹു ഇപ്പോൾ ഇവരുടെ 3-ലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. 3 ഒരു ഉപചയ ഭാവമാണ്. ഇവിടെ രാഹു നല്ല ഫലങ്ങളാണ് തന്നുകൊണ്ടിരിക്കുന്നത്. 2025 മെയ് മാസം 18-ാം തീയതി രാഹു 3-ൽ നിന്നും 2-ാം ഭാവമായ കുംഭം രാശിയിൽ വരികയാണ്. നമ്മുടെ 2-ാം ഭാവം ഒരു ഉപചയ ഭാവമല്ലെങ്കിലും 2-ൽ വരുന്ന രാഹു നമുക്ക് ദോഷകാരിയല്ല. മാത്രമല്ല രാഹു ഇപ്പോൾ വരുന്നത് തനിക്ക് പ്രിയപ്പെട്ട കുംഭം രാശിയിലുമാണ്. കുംഭം രാശിയുടെ അംഗരാജാവാണ് രാഹു. രാഹു ഏത് ഭാവത്തിലാണോ സഞ്ചരിക്കുന്നത് ആ ഭാവത്തിൻ്റെ അധിപൻ്റെ സ്വഭാവം കാണിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കുംഭം ശനിയുടെ മൂലക്ഷേത്രമാണ്. കൂടാതെ രാഹുവിനെ ശനിയോടാണ് ഉപമിച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കുംഭം രാശിയിൽ വരുന്ന രാഹു ശനി തൻ്റെ മൂലക്ഷേത്രത്തിൽ എങ്ങനെയാണോ നിൽക്കുന്നത് അതിൻ്റെ ഫലം തന്നെ തരും എന്ന് നമുക്ക് കണക്കാക്കാം. മാത്രമല്ല ആ സമയം മിഥുനം രാശിയിൽ നിൽക്കുന്ന വ്യാഴൻ്റെ 9-ാമത്തെ ദൃഷ്ടി രാഹുവിൽ പതിയുന്നു. രാഹുവിന് തന്നെ ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹത്തിൻ്റെ സ്വഭാവവും സിദ്ധിക്കും എന്ന ഒരു പ്രമാണവുമുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നിൽക്കുന്ന രാഹുവിന് ശനിയുടെയും വ്യാഴത്തിൻ്റെയും പ്രഭാവം ഒരേ സമയത്തുണ്ടാകുന്നു.
ഈ രാഹു ഇവിടെ അംഗരാജാവുമാണ്. ഈ കാരണങ്ങളാൽ മെയ് മാസം 18-ന് ശേഷം കുംഭം രാശിയിൽ വരുന്ന രാഹു ഇവർക്ക് വളരെയധികം നേട്ടങ്ങൾ കൊണ്ടുതരും എന്ന് തന്നെ നമുക്കുറപ്പിക്കാം. രാഹു ഏത് ഭാവത്തിൽ നിൽക്കുന്നുവോ ആ ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി രാഹുവിൽ അമിതമായ ഒരു താല്പര്യമുണ്ടാകും എന്നും ഒരു അഭിപ്രായമുണ്ട്. 2 നമ്മുടെ ധനസ്ഥാനമാണല്ലോ. അപ്പോൾ അത്യന്തം ബലവാനായ ഈ രാഹു ഇവർക്ക് വേണ്ടി ധനസമ്പാദനത്തിന് ഇറങ്ങിത്തിരിക്കും എന്ന കാര്യം തീർച്ചയാണ്. ഇപ്പോൾ ഇവരെ സംബന്ധിച്ച് രാഹുവാണ് ഹീറോ. രാഹുവിനെ ബലപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ ചെയ്താൽ 1.5 വർഷം കൊണ്ട് രാഹു നിങ്ങളെ എടുത്തുയർത്തി തരുന്നതാണ്. നിങ്ങൾ നടക്കില്ല എന്ന് കരുതിയിരുന്ന പല ആഗ്രഹങ്ങളും നടപ്പിൽ വരുത്തി തരികയും ചെയ്യും. നിങ്ങൾക്ക് ഇപ്പോൾ അനുകൂലമായ ദശയും അപകാരവുമാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെയധികം ഉയർന്നു വരുവാൻ കഴിയും. ഒരുപാട് പേരെ വാനോളം എടുത്തുയർത്തിയിട്ടുള്ള ഗ്രഹമാണ് രാഹു. ഇക്കാര്യം ഓർമ്മയിൽ സൂക്ഷിക്കുക. മാത്രമല്ല രാഹു ഈ കലിയുഗത്തിൻ്റെ രാജാവുമാണ്. രാഹു 2-ൽ വരുമ്പോൾ കേതു സ്വാഭാവികമായും അഷ്ടമത്തിൽ വരുമല്ലോ. കേതു അഷ്ടമത്തിൽ വരുമ്പോൾ അത് നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾക്കൊന്നും തടസ്സമുണ്ടാക്കുന്നില്ല. സുഖഭോഗങ്ങൾക്കും 8-ലെ കേതു അനുകൂലനാണ്. അനാവശ്യ ചിലവുകളിൽ നിന്നും കേതു നമുക്കൊരു നിയന്ത്രണം തരികയും ചെയ്യും. എന്നാൽ 8-ലെ കേതു ശരീരത്തിൽ മുറിവ്, ചതവ് മുതലായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ചില അനിഷ്ടകരമായ അനുഭവങ്ങളും തരും. കണ്ണിന് രോഗങ്ങൾ തരും. മാത്രമല്ല കേതു ഇപ്പോൾ വരുന്നത് സൂര്യൻ്റെ രാശിയിലുമാണ്. സൂര്യൻ ഹൃദയത്തെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ്. അതിനാൽ ഇപ്പോൾ ഹൃദയ സംബന്ധമായ രോഗങ്ങളോ വയർ സംബന്ധമായ രോഗങ്ങളോ ഉള്ളവർ ശ്രദ്ധിക്കണം. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കുകയും വേണം. ഈ ഗോചരത്തിൽ കേതുവാണ് വില്ലൻ. അതിനാൽ ഈ കൂറുകാർ കേതുവിനെ ഇപ്പോൾ ബലപ്പെടുത്തി കൊടുക്കേണ്ടതാണ്. ശ്രീ മഹാഗണപതിയെ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ഗണപതി ക്ഷേത്രത്തിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ദർശനം നടത്തി നാളികേരം മുടയ്ക്കുക. കറുകമാലയും സമർപ്പിക്കുക. ജന്മനക്ഷത്രം വരുന്ന ദിവസം ഗണപതി ഹോമത്തിനും കൊടുക്കുക. ഇത് 1.5 വർഷവും തുടരുക. 2025-ലെ ധനു, മകരം എന്നീ രാശിക്കൂറിലെ നക്ഷത്രങ്ങളായ മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യത്തെ 2 പാദങ്ങൾ എന്നിവരുടെ സാമാന്യ ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗദീശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.